നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകളിൽ കനത്ത പോളിംഗ് ആയിരുന്നു ഇത്തവണ രേഖപ്പെടുത്തിയത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജനങ്ങൾ ആവേശത്തോടെ വോട്ട് ചെയ്യാനെത്തിയ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, വടകര, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 80% പേരാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലമാണ് കണ്ണൂര്. 83.05% ഇവിടുത്തെ പോളിംഗ് നില. 8 മണ്ഡലങ്ങളിൽ ഇത്തവണ പോളിംഗ് 80% മുകളിൽ പോയി. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 80% മുകളിൽ വോട്ടെടുപ്പ് പോയത്. 75% പോളിംഗ് കടന്ന 6 മണ്ഡലങ്ങളിലും ഇത്തവണയുണ്ട്. 80% പോളിംഗ് കടന്ന 5 മണ്ഡലങ്ങളും വടക്കൻ കേരളത്തിലാണ്. തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ കേരളത്തിൽ 5 മണ്ഡലങ്ങളിലും ഇത്തവണ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. 15 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇവിടങ്ങളിൽ ഉണ്ടായത്. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിലും ശരാശരി 2 മുതൽ 3% വരെ പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. എന്നാൽ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ്, അതായത് 73.45%. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുപ്രകാരം ഇത്തവണ 77.68% പോളിംഗ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3.66% പേരാണ് വോട്ട് ചെയ്യാനെത്തിയതെന്ന് ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുപ്രകാരം 1989 നടന്ന 9ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത്, 79.30. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ 79.20% പേരാണ് വോട്ട് ചെയ്തത്. പി ജയരാജനും കെ മുരളീധരനും തമ്മിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച വടകരയിലാണ് വോട്ടിംഗ് ശതമാനം വർധനവിൽ ഏറ്റവും പിന്നോക്കം പോയത് എന്നത് ശ്രദ്ധേയമാണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്ത 3ാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ മുൻ വർഷങ്ങളെക്കാൾ പോളിംഗ് ശതമാനത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും ചാലക്കുടിയും. ചാലക്കുടിയിൽ 1,00,000-ലധികം വോട്ടുകളാണ് വർദ്ധിച്ചത്. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാകും വിധി നിർണ്ണയിക്കുക. 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFും BJPയും ഇവിടെ അവകാശപ്പെടുന്നത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ടയുടെ കാര്യത്തിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം 10 ലക്ഷമാണ് കവിഞ്ഞത്. ഇതാദ്യമായാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം 10 ലക്ഷം കവിയുന്നത്. അതായത് 72.68% വരും. ഇത് 8.18% അധികം പേരാണ് ഇത്തവണ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയത്. കൂടുതൽ വോട്ട് ആറന്മുളയിലാണ്, 71.12%. കാഞ്ഞിരപ്പള്ളിയിൽ 77.32%. പൂഞ്ഞാറിൽ 76.30%. തിരുവല്ലയിൽ 68.96%. റാന്നിയിൽ 69.36%. കോന്നിയിൽ 72.83%. അടൂർ 73.90%. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് വനിതകളാണ്. ആകെ 5,23,199 സ്ത്രീകൾ വോട്ട് ചെയ്തപ്പോൾ 4,81,065 പുരുഷന്മാരാണ് വോട്ട് ചെയ്തത്. ആകെയുള്ള 6,61,700 പുരുഷ വോട്ടർമാരിൽ 72.70% പേർ വോട്ട് ചെയ്തപ്പോൾ ആകെയുള്ള 7,16,884 സ്ത്രീകളിൽ 72.98 പേരാണ് വോട്ട് ചെയ്തത്. കാഞ്ഞിരപ്പള്ളിയിൽ 68,707 പുരുഷന്മാരും 69,661 സ്ത്രീകളുമാണ് വോട്ട് ചെയ്തത്. പൂഞ്ഞാറ് ഈ കണക്ക് 69,874 പുരുഷന്മാരും 66,637 സ്ത്രീകളുമാണ്. തിരുവല്ലയിൽ 67,752 പുരുഷന്മാരും 74,029 സ്ത്രീകളും വോട്ട് ചെയ്തു. റാന്നിയിൽ 64,564 പുരുഷന്മാരും 68,089 സ്ത്രീകളും. ആറന്മുളയിൽ 75,742 പുരുഷന്മാരും 86,407 സ്ത്രീകളും. കോന്നിയിൽ 65,854 പുരുഷന്മാരും 76,430 സ്ത്രീകളും വോട്ട് ചെയ്തു. അടൂരിൽ 68,572 പുരുഷന്മാരും 81,946 സ്ത്രീകളും വോട്ട് ചെയ്തു. തൊട്ടു പിന്നിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടാണ്. 7.03% വോട്ടർമാരാണ് അധികമെത്തിയത്. ശശി തരൂരും കുമ്മനം രാജശേഖരനും C ദിവാകരനും മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് 4.76% പേർ അധികമായെത്തി. 2014 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 0.87% പേർ മാത്രമേ ഇത്തവണ ഇവിടെ കൂടുതൽ വോട്ട് ചെയ്യാനെത്തിയുള്ളൂ. ആലപ്പുഴ, പൊന്നാനി, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർധനവ് 2% താഴെ മാത്രമാണ്. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിലും ശരാശരി 2 മുതൽ 3% വരെ പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്.
2014 വോട്ട് ചെയ്തവരിൽ 74.21% പുരുഷന്മാരും 73.85% സ്ത്രീകളുമായിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ത്രികോണ മത്സര സാധ്യതകളുമാണ് പോളിംഗ് ഉയർത്തിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.